തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കി ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ സഹായകരമായ എസ്.ജെ. കോഫി ടൈംസ് പ്രോഗ്രാം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ നീക്കം. ഓരോ കോർപ്പറേഷനിലും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകിയിരിക്കുകയാണ്. തൃശൂർ കോർപ്പറേഷൻ്റെ ചുമതല എം.പി. ആയ സുരേഷ് ഗോപിക്ക് തന്നെയാണ്. ഇന്ന് 7 ഡിവിഷനുകളിൽ സുരേഷ് ഗോപിയുടെ പരിപാടി പദ്ധതിയിട്ടിട്ടുണ്ട്. പുതൂർക്കരയിലായിരുന്നു ആദ്യ എസ്.ജെ. കോഫി ടൈംസ്. പ്രാദേശിക കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുകയും ഒപ്പം ചായ കുടിക്കുകയുമാണ് പരിപാടി. ഇതിനിടയിൽ നടത്തിയ കലിംഗ് സംവാദം പലയിടത്തും വിവാദമായ സാഹചര്യത്തിൽ തന്നെയാണ് പഴയ പരിപാടിയിലേക്ക് സുരേഷ് ഗോപിയും ബി.ജെ.പിയും എത്തിയിരിക്കുന്നത്. പുതൂർക്കരയിലെ പരിപാടിക്കിടെ എയിംസ് വിഷയം വീണ്ടും ചോദിക്കപ്പെട്ടു. ഈ വേളയിൽ കേരളത്തിൻ്റെ മൊത്തം സാഹചര്യം സുരേഷ് ഗോപി വിശദീകരിച്ചു. എയിംസ് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആലപ്പുഴയ്ക്ക് അനുവദിക്കണം എന്നുള്ളതാണ് തൻ്റെ നിലപാട്. 2016 മുതൽ ഇക്കാര്യം താൻ പറയുന്നുണ്ട് എന്നും വാക്ക് മാറ്റിയിട്ടില്ല എന്നും ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് താൻ എന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിൽ കൂടുതൽ സൗകര്യങ്ങൾ വരണം എന്നുള്ളത് തന്നെയാണ് തൻ്റെ ആഗ്രഹം. എന്നാൽ കേരളത്തിന് മൊത്തമായി ഒരു എയിംസ് ആണ് ലഭിക്കുക. ആലപ്പുഴ വളരെ പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ്. കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ജില്ലയുമാണത്. തിരുവനന്തപുരത്തും കോട്ടയത്തും കൊല്ലത്തും കോഴിക്കോടും എല്ലാം സാമാന്യ സൗകര്യങ്ങളുണ്ട്. എന്നാൽ ആലപ്പുഴയുടെ അവസ്ഥ മറ്റൊന്നാണ് എന്ന് പറയുന്ന സുരേഷ് ഗോപി ആലപ്പുഴയ്ക്ക് എയിംസ് വേണമെന്നാണ് തൻ്റെ നിലപാടെന്നും ആവർത്തിച്ചു. തൃശ്ശൂർ കോർപ്പറേഷനും കോർപ്പറേഷൻ ഇരിക്കുന്ന നിയമസഭാ മണ്ഡലവും ബി.ജെ.പിക്ക് തരണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 5 വർഷത്തേക്ക് മാത്രമാണ് ചോദിക്കുന്നത്. 19 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. രാജ്യത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നരേന്ദ്രമോദിയാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് വരുന്നതോടെ എല്ലാവർക്കും തുല്യതയും നീതിയും ലഭിക്കുമെന്ന് സുരേഷ് ഗോപി പറയുകയാണ്. മുത്തലാഖ് നിരോധനം, വഖഫ് ബില്ല് എന്നിവയെല്ലാം ന്യായത്തിന് വേണ്ടിയാണ്, മതത്തിന് എതിരല്ല. എന്നാൽ മതപ്രീണനത്തിന് എതിരാണ് തൻ്റെ സർക്കാർ. ഇനിയും ഒരുപാട് നിയമങ്ങൾ വരാനുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡ് വരുമെന്നും അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയക്കാരിൽ നിന്ന് മോചിപ്പിക്കുന്ന നിയമവും വരിക തന്നെ ചെയ്യും. ഇതിൻ്റെ നടപടികൾ നടക്കുന്നുണ്ട് എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. എല്ലായിടത്തും സുരേഷ് ഗോപിക്ക് നല്ല സ്വീകരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.